ഏതായാലും ഇത്രയും ഭീകരമായൊരു വാർത്ത ലോക ചരിത്രത്തിൽ ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കാലത്ത് ആദ്യമായി നമ്മൾ കേൾക്കുകയാണ്. ഇതുപോലെയുള്ളത് എന്ന് പറയാവുന്നത് കുറെ കാലം മുമ്പൊക്കെ അമേരിക്കയിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്. രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടി മകൻ 8ാം ക്ലാസ്സുകാരൻ, 10ാം ക്ലാസ്സുകാരൻ, ഹൈസ്കൂളുകാരൻ നിറത്തോക്കുമായി വന്ന് സഹപാഠികൾക്ക് നേരെ തുരുതുര നിറയൊഴിച്ച വാർത്തകൾ ഈ അടുത്ത കാലം വരെ പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം മാതാവിനെയും കുഞ്ഞനുജനെയും മാതാവിനെയും വേണ്ടപ്പെട്ട എല്ലാവരെയും ഒരേപോലെ ഒരു ദിവസം, അതും 10 മണിക്കൂറോളം സമയം പ്ലാൻ ചെയ്തുകൊണ്ട് ഒരിടത്ത് നിന്ന് കൃത്യം നിർവഹിച്ച് അടുത്തിടത്തേക്ക് പോയി, അവിടെ നിന്ന് അടുത്തിടത്തേക്ക് പോയി ആ പോയ ഓരോ പോക്കിലും ഓരോ സമയവും ഒരുപാട് നേരം ആലോചിക്കാനോ ചിന്തിക്കാനോ മാറി ചിന്തിക്കാനോ ഒക്കെയുള്ളപ്പോഴും അതിനൊന്നും മുതിരാതെ പോയ വഴിയെ തന്നെ വീണ്ടും മുന്നോട്ട് പോകാനും മാത്രം മനസ്സിന് നൽകിയ പ്രേരണ എന്തായിരുന്നുവെന്ന് ലോകം മിക്കവാറും ഒരു പുതിയ പഠന വിഷയമാക്കി മാറ്റിയേക്കാം. പഠനത്തിന്, മനനത്തിന്, ഗവേഷണത്തിന് വിധേയമാക്കേണ്ട വിഷയം തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മളുടെയും അഭിപ്രായം. ആ ചെറുപ്പക്കാരൻ ശരീഅത്തിന്റെ നിയമം അനുസരിച്ചാണെങ്കിൽ ആ ചെറുപ്പക്കാരനെ ഏറ്റവും മാതൃകാപരമായ ശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ട വിധിയാണ് വരിക, മറ്റൊന്നും തന്നെയില്ല. ഏതായാലും അവന്റെ